Hi, in this video we will discuss about what is a cantilever slab and how to design a cantilever slab. ഇപ്പോൾ cantilever slab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ ഒരു സൺഷെയ്ഡൊക്കെ നമ്മൾ വീട്ടിൽ കൊടുക്കാറുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സൺഷെയ്ഡ് കൊടുക്കാറുണ്ട്. അതേപോലെയാണ് നമ്മളൊരു ചില സമയത്ത് ഒരു കോറിഡോർ പോലത്തെ ഏരിയാസ് ഉണ്ടാവും, ഒരു സൈഡ് മാത്രം ഫിക്സിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം സപ്പോർട്ടുള്ള കേസസ് ആണ് എന്താ വിളിക്കുന്നത് ഒരു കാൻഡിലിവർ സ്ലാബ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സൈഡിൽ മാത്രം സപ്പോർട്ട് ഉണ്ടാവും, മറ്റേ സൈഡിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് താഴേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഒരു സാധാരണ സ്ലാബും അല്ലെങ്കിൽ ബീം ആയിക്കോട്ടെ സ്ലാബ് ആയിക്കോട്ടെ ഒരു സാധാരണ സ്ലാബും അതേപോലെ കാൻറ്റിലിവർ സ്ലാബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കാൻറ്റിലിവർ സ്ലാബ് ആകുമ്പം ലോഡ് അപ്ലൈ ചെയ്യുമ്പം താഴേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ എന്താ മുകൾ സൈഡിലായിരിക്കും നമുക്ക് ടെൻഷൻ ഫോഴ്സസ് വരിക, താഴെ സൈഡിലായിരിക്കും കംപ്രഷൻ ഫോഴ്സ് വരിക. മുകളിൽ ടെൻഷനും താഴെ കംപ്രഷൻ. സാധാരണ എങ്ങനെയാണ് മുകളിലെ സൈഡിൽ നമുക്ക് കംപ്രസിങ് ഫോഴ്സസ് കോൺക്രീറ്റ് എടുക്കും, താഴെ ടെൻഷൻ സൈഡ് നമുക്ക് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും എന്നായിരുന്നു. പക്ഷെ ഒരു കാൻറ്റിലിവർ സ്ലാബ് അല്ലെങ്കിൽ കാൻറ്റിലിവർ ബീം എടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണ്, ഒരു സൈഡ് മാത്രമേ ഫിക്സ് ഇട്ടുള്ളൂ, മറ്റു സൈഡ് ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മുകൾ സൈഡിൽ മാത്രം നമുക്ക് ടെൻഷൻ ഫോഴ്സസ് വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ ഫോഴ്സ് ഉള്ള സ്ഥലത്ത് എന്താ കൊടുക്കുക, നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ കാൻറ്റിലിവർ സ്ലാബിൽ അല്ലെങ്കിൽ കാൻറ്റിലിവർ ബീമിൽ ഏറ്റവും മുകളിലത്തെ ടോപ്പ് പോർഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താഴത്തെ സൈഡിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇൻ കേസ് നമ്മൾ സ്റ്റിറപ്സ് കൊടുക്കേണ്ടി ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടി സ്റ്റിറപ്സ് എങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ മാത്രം ചില കേസസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ താഴെ കൂടെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ, ഇനി സ്ലാബിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ഒരു കാൻറ്റിലിവർ സ്ലാബിൻ്റെ കേസിൽ എന്താ പറയുന്നത്, നമ്മൾ ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്യണമല്ലേ. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു പുള്ളിങ് ഫോഴ്സ് ഉണ്ടാകും, ഇവിടുന്ന് ഇളകി വരാനുള്ളൊരു സപ്പോർട്ടിൻ്റെ ഇവിടുന്ന് ഇളകി വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ മുകളിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറച്ചും കൂടി അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ എവിടേക്കാണോ സപ്പോർട്ട് കൊടുത്തത്, ബീമിലേക്കാണോ വാളിലേക്കാണോ അല്ലെങ്കിൽ വേറൊരു സ്ലാബിലേക്കാണോ സപ്പോർട്ട് വരുന്നത് നോക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടി അല്ലെങ്കിൽ കോളത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ബീമിലേക്കായിരിക്കും അതിലേക്ക് കുറച്ചും കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ അഡീഷണൽ ആയിട്ട് അകത്തേക്ക് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്താ വിളിക്കുക, നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് വിളിക്കും അല്ലേ. ആംഗ്രേജ് ആയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കും, അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് വിളിക്കും. അപ്പോൾ ഇതിന് നമ്മളൊരു കാൻറ്റിലിവർ സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഡെവലപ്മെൻറ്റ് ലെങ്ത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ അറിയണം. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഡെവലപ്മെൻറ്റ് ലെങ്ത്തും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. അതാണ് ഇവിടുത്തെ അഡീഷണൽ സ്റ്റെപ്പ് എന്ന് പറയാം. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. വൺ വേ സ്ലാബ് എങ്ങനെ ഡിസൈൻ ചെയ്തു അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ L/D റേഷ്യോ വ്യത്യാസമുണ്ട്. സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ നമുക്ക് സാധാരണ ഒരു ഒരു നോർമൽ സ്ലാബാണ്, സിംപ്ലി സപ്പോർട്ട് സ്ലാബ് ആണെങ്കിൽ നമ്മൾ 20 റേഞ്ച് എടുക്കും. ഞാൻ പറഞ്ഞു ഒരു സ്ലാബ് ആണെങ്കിൽ ഒരു 30 റേഞ്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്താണ്, നമുക്കത് ബീമിന് എത്രയും ഡെപ്ത് വേണ്ടാത്തത് കൊണ്ടാണ് സ്ലാബിൻ്റെ വാല്യൂ നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ കേസ് ആകുമ്പോൾ നമുക്ക് സാധാരണ പറഞ്ഞിട്ടുള്ളത് 7 ആണ് L/D റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്കൊരു കാൻറ്റിലിവർ സ്ലാബ് ആകുമ്പോൾ നമുക്ക് അത്രയും ബീമിൻ്റെ അത്രയും തിക്നെസ് വേണ്ടാത്തത് കൊണ്ട് നമുക്ക് L/D റേഷ്യോ 7ന് പകരം 10 ആക്കി നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, 7 എടുക്കുന്നതിന് പകരം 10 വരെ നമുക്ക് എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. 10 ചില സമയത്ത് 12 വരെ എടുക്കാറുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. എന്താണെന്ന് നോക്കാം, കാൻറ്റിലിവർ സ്ലാബിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഡിസൈൻ എ കാൻറ്റിലിവർ സ്ലാബ് ഫോർ എൻ എഫക്റ്റീവ് സ്പാൻ ഓഫ് 1.2 മീറ്റർ. അപ്പോൾ എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട് അല്ലേ, 1.2 മീറ്റർ എന്ന്. ഇമ്പോസ് ലോഡ് തന്നിട്ടുണ്ട് ഓഫ് എ സ്ലാബ് കൺസിസ്റ്റ് ഓഫ് 1 kN/m² എന്നൊരു ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ലൈവ് ലോഡ് ആൻഡ് വെയിറ്റ് ഓഫ് ഫിനിഷസ്. നമ്മൾ പറഞ്ഞ ഫിനിഷസ് കൊടുക്കും മുകളിൽ നമ്മൾ പൂസ് അല്ലെങ്കിൽ നമുക്ക് എന്താ ഏറ്റവും മുകളിൽ നമുക്ക് എന്താ ചെയ്യുക കോൺക്രീറ്റ് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഫിനിഷസ് എന്ന് പറയുന്നത്. അതിൻ്റെ വെയിറ്റ് യൂഷ്വലി 0.6 to 8 to 1 വരെയെങ്കിലും വരും. 1 kN/m² ഒക്കെയാണ് സാധാരണ കൊടുക്കുന്നത്. അഥവാ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് അസ്യൂം ചെയ്ത് ആഡ് ചെയ്യാൻ മറക്കരുത് ലോഡ് കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പിൽ കേട്ടോ. ഇനി യൂസ് M20 കോൺക്രീറ്റ് Fe415 സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ഗിവൺ ഡേറ്റ് എന്താണ്, ഒന്ന് തന്നേക്കുന്നത് എഫക്റ്റീവ് സ്പാൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട എഫക്റ്റീവ് സ്പാൻ ഡയറക്റ്റ് തന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് അങ്ങനെ ആയിരിക്കില്ല, ചേഞ്ചസ് സ്റ്റെപ്പ് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സ്പാൻ 1.25 തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, ഫ്ലോർ ഫിനിഷ് തന്നിട്ടുണ്ട്, FCKയും FYയുടെ വാല്യൂവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെയാണ്. വൺ വേ സ്ലാബിൽ എന്തൊക്കെ സ്റ്റെപ്സ് പഠിച്ചോ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ എന്താണ്, ഡയമെൻഷൻസ് ഓഫ് സ്ലാബ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് സ്മോൾ d അതായത് എഫക്റ്റീവ് ഡെപ്ത്, ഓവറോൾ ഡെപ്ത്, അതേപോലെ നമുക്ക് എഫക്റ്റീവ് ലെങ്ത്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സാധാരണ ഒരു സ്ലാബിന് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാം. സ്മോൾ d കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, L/D റേഷ്യോ എടുക്കണം. ഞാൻ പറഞ്ഞു പേജ് നമ്പർ 37-നകത്ത്
ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിരുന്നത് L/D റേഷ്യോ ഫോർ എ കാൻഡിലിവർ സ്ലാബിന് സാധാരണ യൂസ് ചെയ്യുന്നത് 7 ആണ്. ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുന്നത്. ഇത് കാൻഡിലിവർ ബീമിനാണ് പറയുന്നത്. ബീമിൻ്റെ സെയിം ക്രൈറ്റീരിയ സ്ലാബിനും യൂസ് ചെയ്യാമെന്നും കോഡ് ബുക്കിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് 7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് വളരെ കൂടുതലാവും എന്നുള്ളത് കൊണ്ട് ബീമിന് എത്രയും ഡെപ്ത് നമുക്ക് സ്ലാബിന് വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ L/D റേഷ്യോ 10 ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. മാക്സിമം 12 10 ആണ് യൂഷ്വലി എടുക്കുന്നത്, വേണമെങ്കിൽ 12 വരെയും എടുക്കാറുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ വില എത്രയാണ്? എഫക്റ്റീവ് സ്പാൻ നമ്മളിവിടെ 1250 ആണ് തന്നിട്ടുണ്ട്. D എത്രയാണ്? 125 mm ആണെന്ന് നമുക്ക് കിട്ടിയല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല, അറിയാം. ഇനി ഓവറോൾ ഡെപ്ത് എന്താ കിട്ടുക? ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കവർ അസ്യൂം ചെയ്യണം അല്ലേ? മിനിമം എത്ര കവർ വേണം എന്ന് അസ്യൂം ചെയ്യണം. അതേപോലെ ഡയമീറ്റർ ഓഫ് ബാറും അസ്യൂം ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, എഫക്റ്റീവ് ഡെപ്തിൻ്റെ കൂടെ ഒരു കവറും ആഡ് ചെയ്യുക, ഡയമീറ്ററിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്താ വിളിക്കുന്നത്? ഒരു ഓവറോൾ ഡെപ്ത് ആയിട്ട് നമുക്ക് വരിക. നമുക്ക് ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? നമുക്കൊരു ഇങ്ങനെ ഒരു സ്ലാബിൻ്റെ തിക്നെസ് ഉണ്ടെങ്കിൽ സ്ലാബിൻ്റെ താഴെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതുവരെയാണ് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് വരിക. ആ സ്ലാബ് ആ റീഇൻഫോഴ്സ്മെൻറ്റ് നടുക്ക് വരെയാണ് എഫക്റ്റീവ് ഡെപ്ത് വരിക. ബാക്കി എന്താ വരിക? ഒരു കവറും വരും, ചെറിയൊരു കവറും വരും. അതേപോലെ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് പകുതിയും കൂടി അതിനകത്ത് ആഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീഇൻഫോഴ്സ്മെൻറ്റ് കവറും ആദ്യം അസ്യൂം ചെയ്യാം. കവർ സാധാരണ 20 mm ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് സൈസ് എത്ര? സാധാരണ നമ്മൾ സ്ലാബിന് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് 8 to 10 mm സൈസ് നമുക്ക് അസ്യൂം ചെയ്യാം. 8 mm അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 10 mm അസ്യൂം ചെയ്യാം. ഞാൻ ഇവിടെ 10 mm എന്ന് അസ്യൂം ചെയ്തെടുക്കുവാണ്. അത് നമുക്ക് പിന്നെ അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് സമയത്ത് 8 mm എടുത്താലും അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കുറച്ച് കൂടുതലായി പോയാലും അത് അത്രയും നല്ലതായിരിക്കും. കവർ കുറച്ച് കൂടുതലായാലും അത് ഡെപ്ത് കൂടുതലായാലും അത് നല്ലതല്ലേ? ഡിസൈൻ വളരെ കൂടി പോയിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഡെപ്ത് നമ്മൾ 125 + 20 കവറാണ്, 10 ഡയമീറ്റർ ആണ്, ഡിവൈഡ് ബൈ 2 എടുത്ത് 150 mm എന്നൊരു കേസ് നമ്മൾ ഇവിടെ എടുത്തേക്കാണ്. ഡയമെൻഷൻ ഓഫ് സ്ലാബിന് സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും എഫക്റ്റീവ് ഡെപ്തും ഓവറോൾ ഡെപ്തും കിട്ടിയിട്ടുണ്ട്. ഇനി എഫക്റ്റീവ് സ്പാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പേജ് നമ്പർ 48 നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലൂടെ ക്ലിയർ സ്പാൻ്റെ കൂടെ സെൻറ്റർ ടു സെൻറ്റർ സപ്പോർട്ടിൻ്റെ ലെങ്ത് എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൈഡിലല്ലേ സപ്പോർട്ടുള്ളൂ? അതെ, ഒറ്റ സൈഡിലെ സപ്പോർട്ടുള്ളൂ. ഒരു കാൻലിവർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മൊത്തം എഫക്റ്റീവ് സ്പാൻ തന്നിരിക്കുന്നത് ഈ സപ്പോർട്ടിൻ്റെ സെൻറ്റർ തൊട്ട് ഈ അറ്റം വരെ, ഈ എൻഡ് വരെ, ഫ്രീ എൻഡ് വരെ. കാൻലിവറിന് ഈ സൈഡാണ് ഫ്രീ എൻഡ് എന്ന് വിളിക്കുന്നത്, മറ്റേ സൈഡ് സപ്പോർട്ടഡ് എൻഡാണ്. അപ്പോൾ ഫ്രീ എൻഡ് വരെയാണ് നമുക്ക് എന്താ വിളിക്കുക? ഒരു സപ്പോർട്ട് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രീ എൻഡ് വരെ തന്നേക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക? എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞത്. ചില സമയത്ത് ക്വസ്റ്റിനകത്ത് ഓവർ ഹാങ് ലെങ്ത് അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഈ ഓവർ ഹാങ് ലെങ്ത് ആണ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എഫക്റ്റീവ് സ്പാൻ നമ്മൾ കണ്ടുപിടിക്കണം. എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ സ്പാൻ പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? എഫക്റ്റീവ് ഡെപ്ത് എടുക്കുന്നതിന് പകരം നമ്മൾ D/2 എന്നാണ് എടുക്കുക. എന്താ വിളിക്കുക? D/2 എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് നമ്മൾ അസ്യൂം ചെയ്യാം. എന്താ വേണ്ടേ? സപ്പോർട്ടിൻ്റെ വിഡ്ത്ത്, സാധാരണ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് നമ്മൾ 230 to 300 mm എടുത്താൽ മതി. 230 mm ആണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ 230 mm ആണെങ്കിൽ ഈ ഓവർ ഹാങ്ങിൻ്റെ കൂടെ ആ സപ്പോർട്ടിൻ്റെ വിഡ്ത്തിൻ്റെ പകുതി. കാരണം നമ്മൾ ഈ സപ്പോർട്ടിൻ്റെ നടുക്ക് തൊട്ടാണ് എപ്പോഴും നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയാം. ഫിഗർ ഓർമ്മിച്ച് വെച്ചേക്കുക. എപ്പോഴും സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ആണ് നമ്മളെപ്പോഴും എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുക. ഇവിടെ നമുക്ക് ഒരു സൈഡിലെ സെൻറ്റർ, ഇപ്പുറ സൈഡിൽ നമുക്ക് സപ്പോർട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ സെൻറ്റർ തൊട്ട് അങ്ങോട്ടുള്ള ലെങ്ത്. ഒന്നില്ലെങ്കിൽ ഈ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് അസ്യൂം ചെയ്ത് അത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കിട്ടിയത് അതിനെ പകുതി ആഡ് ചെയ്താലും മതി. രണ്ടും ഒരേപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമുക്ക് ഓവറോൾ സ്പാൻ കിട്ടി. അതനുസരിച്ച് നിങ്ങൾ ഫിഗർ വരച്ച് ഇവിടെ എഴുതുന്നതനുസരിച്ച് ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുള്ളതുകൊണ്ട് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ബീൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴും പറഞ്ഞു, ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും 1 meter ലെങ്തിനാണ്, ഒരു 1 meterൻ്റെ സ്ട്രിപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എപ്പോഴും സ്ലാബ് നമുക്ക് 1 way സ്ലാബ് പറഞ്ഞപ്പോഴും എപ്പോഴും 1 meterൻ്റെ സ്ട്രിപ്പാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കൊരു ഏരിയ ലോഡാണ് തന്നിരിക്കുന്നത് അല്ലേ? 1 km/m² ആണ്, UDL അല്ല. ഏരിയ ഇത്രയും ഒരു സ്ലാബിൻ്റെ മുകളിൽ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ്. അതിൽ ഈ ഏരിയയിൽ 1 meter മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചാണ് നമ്മൾ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് ഓർമ്മിച്ച് വെക്കുക, ഡിസൈൻ ഫോർ 1 meter ലെങ്ത് ഓഫ് സ്ട്രിപ്പ് എന്ന് പറയുക. ഇനി അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുത്തത് ലോഡ് കാൽക്കുലേഷനാണ്. അതേപോലെ ബെൻഡിങ് മൊമെൻറ്റ് പെർ മീറ്റർ ലെങ്തിനാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ തന്നേക്കുന്ന ലൈവ് ലോഡ് എന്താണ്? ലൈവ് ലോഡ് തന്നേക്കുന്നത് 1 kN/m² ആണ്. ഇതൊരു ഏരിയ ലോഡാണ്. പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യുക? 1 meter ലെങ്ത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ×1 ചെയ്യണം അല്ലേ? 1 meter ഈ മൊത്തം ഏരിയയിൽ 1 meter മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 1 kN/m നമ്മൾ കൺവേർട്ട് ചെയ്തു. ×1 ചെയ്യുമ്പോൾ 1 തന്നെയല്ലേ? 1. അതേപോലെ ഫ്ലോർ ഫിനിഷും അതേപോലെ തന്നെയാണ്. ഒരു kN/m² നമ്മൾ ×1 ചെയ്യുമ്പോൾ 0.8 kN/m കൺവേർട്ട് ചെയ്തു. അതേപോലെ ടോട്ടൽ ലോഡ്, ടോട്ടൽ ഇത്രയും ലൈവ് ലോഡാണ് അല്ലേ? ലൈവ് ലോഡിൻ്റെ ടോട്ടൽ വരുന്നത് എന്താണ്? 1.8 kN/m. ഈ ലൈവ് ലോഡിനെയാണ് ഇമ്പോസ് ലോഡ് എന്നും വിളിക്കുന്നത്.
ബീമിന് അല്ലെങ്കിൽ സ്ലാബിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ലോഡ് എന്താണ് എന്നുള്ളത്. ഇനി എന്താണ് ഡെഡ് ലോഡ് ഉണ്ട് അല്ലേ, ഡെഡ് ലോഡായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് വേറെ ഡെഡ് ലോഡൊന്നും തന്നിട്ടില്ല, സെൽഫ് വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെൽഫ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ബി ഇൻറ്റു ഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡീൻ്റെ വാല്യൂ എത്രയാണ്, നമ്മൾ ഓവറോൾ ഡെപ്ത് ഇവിടെ 125 + 20 + n/2 ചെയ്തപ്പോൾ 150 എന്ന വാല്യൂ കിട്ടി അല്ലേ, അതാണ് 0.15 എന്ന് ഇട്ടേക്കുന്നത്. അതേപോലെ പെർ മീറ്റർ ലെങ്ത് ആയതുകൊണ്ട് ഇൻറ്റു 1 വച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഗാമ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ്, 25 ആണ്, നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.75 kN/m എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്, അതിനകത്ത് ടോട്ടൽ ലോഡ് കിട്ടും അല്ലേ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ലോഡ് 5.55 kN/m എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫാക്ടർ സേഫ്റ്റി അറിഞ്ഞൂടെ, ഡെഡ് ലോഡ് ലൈവ് ലോഡ് മാത്രം ഉള്ളപ്പോൾ ഉള്ള ഫാക്ടർ സേഫ്റ്റി ടേബിൾ 18 കൊടുത്തിട്ടുണ്ട് അല്ലേ. ടേബിൾ 18 ഉള്ള ഫാക്ടർ സേഫ്റ്റി എന്ന് വെച്ചാൽ 8.325 kN/m എന്നൊരു വാല്യൂ നമുക്ക് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും അല്ലേ. 1.5 ആണ് ഫാക്ടർ സേഫ്റ്റി, ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ. നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം യൂസ് ചെയ്തതാണ്, അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് എടുക്കാൻ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ എടുക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDയിൽ വരുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ, WL²/8 ആണ് ബെൻഡിങ് മൊമെന്റ്. ഷിയർ ഫോഴ്സ് വരുമ്പോൾ എന്താണ് വരിക, നമുക്ക് WL/2 ആണ് ഇക്വേഷൻ എന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ നമുക്കൊരു കാൻഡിലിവർ ബീമാണ്. അപ്പോൾ കാൻഡിലിവർ ബീം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് സപ്പോർട്ടുള്ള കേസിൽ UDയിൽ വരുമ്പോൾ ഉള്ള ഇക്വേഷനാണ് WL²/2ഉം അതേപോലെ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് W × L, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന രീതിയിൽ. ഈ ഇക്വേഷൻസ് മറന്നു പോകരുത്, രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലോഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 8.325 എന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ലെങ്ത്, എഫക്റ്റീവ് ലെങ്ത് ആണ് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് 1.25 തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും നമുക്ക് ഇവിടെ കിട്ടി. ഈ രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ഡെപ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഡെപ്ത് കൊടുത്തേക്കുന്നത് എന്താണ്, L/D റേഷ്യോൻ്റെ ബേസിലാണ്. L/D റേഷ്യോ എന്തിനാണ്, ഡിഫ്ലക്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ആക്കാൻ വേണ്ടിയാണ് എപ്പോഴും L/D റേഷ്യോ നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 37 ശരി. അപ്പോൾ ഈ ഒരു L/D റേഷ്യോയിൽ വെച്ച് എടുത്തേക്കുന്ന ഡെപ്ത്, ഈ ഡെപ്ത് നമുക്ക് വിത്തിൻ ലിമിറ്റ്സ് ആണോ, ഈ തന്നേക്കുന്ന ലോഡ് എടുക്കാൻ സഫീഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇത്, ചെക്ക് ഫോർ ഡെപ്ത് പറയുന്നത്. ചെക്ക് ഫോർ ഡെപ്ത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ഉണ്ട്. എന്താണ്, MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 96 ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. പേജ് നമ്പർ 96 MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് MU ലിമിറ്റിൻ്റെ ഇക്വേഷനകത്ത് എന്ത് ചെയ്യണം, XU_max/d എന്നൊരു ടേം ഉണ്ട് അല്ലേ. ആ XU_max/dയുടെ ടേമിൻ്റെ വാല്യൂ നമുക്ക് എന്താണ്, പേജ് നമ്പർ 70 നമുക്ക് തന്നിട്ടുണ്ട് Fe415 സ്റ്റീലാണ് തന്നിട്ടുണ്ട്. ആ Fe415 സ്റ്റീലാണെങ്കിൽ XU_max/dയുടെ വാല്യൂ എത്രയാണ്, നമുക്ക് 0.48 ആണെന്ന് പേജ് നമ്പർ 70 കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ എടുത്ത് MU ലിമിറ്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ നമുക്ക് 0.138 FCK/BD² എന്ന ടേമിൽ ആവുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഇത് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കാനുള്ളൊരു ടേം അല്ല, അതെങ്ങനെ വന്നു എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ശരി, അപ്പോൾ 0.138 FCK/BD² എന്ത് ചെയ്യുക, FCK നമുക്ക് 20 ആണെന്ന് അറിയാം. അതേപോലെ ബീൻ്റെ വാല്യൂ നമ്മൾ പെർ മീറ്റർ ലെങ്ത്തിനാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ ഡെപ്ത് D ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡെപ്തിൻ്റെ ചെക്കാണ് തന്നേക്കുന്ന മൊമെൻറ്റ്, ഇതാണ് മൊമെൻറ്റ് അല്ലേ. ഇത് കിലോമീറ്റർ മീറ്ററിലാണ്, ഇൻറ്റു 10⁻⁶ ചെയ്യുമ്പോൾ ഇത് ന്യൂട്ടൺ MM-ലായി, കാരണം ബാക്കിയെല്ലാം MM-ലാണ് കിടക്കുന്നത്. ഇത് ന്യൂട്ടൺ MM, FCK ഒക്കെ Nm/m², അല്ലേ. അതുകൊണ്ടാണ് ഈ കൺവേർഷൻ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അപ്പം കിലോമീറ്റർ മീറ്ററിനെ ന്യൂട്ടൺ MM-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁶ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഡെപ്ത് റിക്വയർഡ് = എത്ര വന്നു, റിക്വയർഡ് ഡെപ്ത് 48.52 mm എന്നൊരു വാല്യൂ ആണ് വന്നേക്കുന്നത്. നമ്മൾ എത്ര കൊടുത്തേക്കുന്നത്, ഡെപ്ത് ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് കൊടുത്തേക്കുന്നത് 125 mm ആണ്. എത്രയാണ് റിക്വയർഡ്, ഈ ലോഡ് കൺസിഡർ ചെയ്യാനായിട്ട്, ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ലാബിന് വേണ്ട മിനിമം ഡെപ്ത് എന്ന് പറഞ്ഞാൽ 48, അതായത് ഏകദേശം 50 mm മതി. നമ്മളിവിടെ എത്ര കൊടുത്തിട്ടുണ്ട്, 125 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സേഫ് അല്ലേ, സേഫ് ആണ്. 50ക്ക് പകരം നമ്മൾ കൊടുത്തേക്കുന്നത് എന്താ, D പ്രൊവൈഡഡ് ഇസ് 125 mm. therefore ചെക്ക് ഓക്കെ, ഈ ചെക്ക് ഓക്കെ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ശരി, അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. നമ്മൾ ഡെപ്ത് സെലക്ട് ചെയ്തു, ഒരു ലോഡ് അപ്ലൈ ചെയ്തു, ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. അത് കാരണമുള്ള ആ മൊമെൻറ്റ് കാരണമുള്ള ഡെപ്ത്, നമ്മൾ കൊടുത്ത ഡെപ്തും ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ഡെപ്ത് സഫീഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അടുത്തെന്താണ്, നമ്മൾ സ്ലാബിൻ്റെ ഷേപ്പായി സൈസായി എത്രയാണ് നീളമുള്ളത്, എത്രയാണ് ഡെപ്ത് ഉള്ളത് എന്നൊക്കെ മനസ്സിലായി. ഡെപ്തൊക്കെ ഓക്കെ ആണെന്നും കിട്ടി. എന്താ വേണ്ടത്, അടുത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു സ്ലാബിന് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്, മുകളിലാണ് എന്ന് പറഞ്ഞു. സ്ലാബിന് കാൻഡിലിവർ സ്ലാബ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ മുകൾ സൈഡിലായിരിക്കും കൊടുക്കുന്നത്. കാരണം എന്താണ്, ടെൻഷൻ മുകളിലെ എൻഡിലാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത്
ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞാൽ ഡി റിക്വയർഡ് വിത്തിൻ ലിമിറ്റ്സ് ആണെങ്കിൽ അതൊരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. ഡി വിത്തിൻ ലിമിറ്റ്സ് ആണ് നമുക്ക് ഓക്കെ ആണെന്നുള്ളെങ്കിൽ അതൊരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. ഇൻ കേസ് ഈ വാല്യൂ നമുക്ക് 125 കാട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടി ഒരു വാല്യൂ വന്നെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ ഈ സ്റ്റെപ്പിൽ പോയിട്ട് ഇവിടെ എത്രയാണോ കിട്ടിയ വാല്യൂ, ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 150 അല്ലെങ്കിൽ 130 125 130 ആണ് ഇവിടെ കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് 130 പ്രൊവൈഡ് ചെയ്ത് ബാക്കി സ്റ്റെപ്സ് അതേപടി ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഓൾറെഡി സേഫ് ആവില്ലേ? ആവും. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് പിന്നെയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ചെക്ക് ചെയ്ത് ആ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഡിസൈൻ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ പേജ് നമ്പർ 96 ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 96 എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ MU = 0.87 FI × AST D × 1 - AST FI FCK BD എന്നൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഇക്വേഷനകത്ത് നമുക്ക് എല്ലാ വാല്യൂസും അറിയാം എക്സെപ്റ്റ് AST. അപ്പോൾ ASTയുടെ വാല്യൂ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂസ് കിട്ടും? 2 വാല്യൂസ് കിട്ടും അല്ലേ? ഇതാണ് ഈ 2 വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 2 വാല്യൂസ് നമ്മൾ ഏത് വാല്യൂ എടുക്കണം? എപ്പോഴും മിനിമം വാല്യൂ എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ 147 പോയിന്റ് സംതിങ് ആണ് 148 mm എന്ന രീതിയിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. മിനിമം വാല്യൂ എടുത്താൽ മതി. ഇപ്പോൾ 2 വാല്യൂസ് കിട്ടും, അതിൽ മിനിമം വാല്യൂ എടുക്കാൻ ഓർമ്മിക്കുക. ഇനി മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ അത് എത്രയാണെന്ന് നോക്കാം. ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ പറഞ്ഞു ഇത്രയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. റിക്വയർഡ് ഇതാണെന്ന് കിട്ടി. അപ്പോൾ കോഡിൽ പറഞ്ഞേക്കുന്നത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇത്രയെങ്കിലും കൊടുത്തിരിക്കണം ഏരിയ. അപ്പോൾ എത്രയാണ് ഞാൻ പറഞ്ഞു, ഒരു സ്ലാബ് ഉണ്ട്, സ്ലാബിൻ്റെ ചെറിയൊരു പീസ് എടുക്കുകയാണെങ്കിൽ അത് ഇതിന് ഇത്രയും പോർഷൻ കോൺക്രീറ്റ് ആണ്. അതിനകത്ത് സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റീലിൻ്റെ ഏരിയ എത്രയാണ് എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ആ സ്റ്റീലിൻ്റെ ഏരിയയുടെ മിനിമം വാല്യൂ എത്രയാണെന്ന് ക്ലോസ് നമ്പർ 26.5.2.1 പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു HYSD ബാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് ബാസ് ആണ് യൂസ് ചെയ്യുന്നത്, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ബാസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ 0.12% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടോട്ടൽ ഏരിയയുടെ? ടോട്ടൽ ഏതാണ്? ഇത് B ആണ്, ഇത് D ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയയുടെ 0.12% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം Bയും Dയും എടുക്കുമ്പോൾ ടോട്ടൽ ഏരിയ ആയി. അപ്പോൾ B എത്രയാണ് ഞാൻ പറഞ്ഞു, പെർ മീറ്റർ ലെങ്ത് ആയതുകൊണ്ട് 1000 ആയിട്ട് കൊടുക്കുന്നു. D എന്താണ്? ഓവറോൾ ഡെപ്ത് ഇവിടെ 150 ആയിട്ട് നമ്മൾ കിട്ടി. ആ 150 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി അല്ലേ? നമുക്ക് എത്ര കിട്ടിയ വാല്യൂ? നമ്മൾ കൊടുത്തേക്കുന്നത് 148 ഉള്ളൂ. ഇവിടെ നമ്മൾ മിനിമം എത്ര വേണമെന്ന് പറഞ്ഞേക്കുന്നത്? 180 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം എങ്കിലും കൊടുക്കണ്ടേ? 148 ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ മിനിമം കോഡ് പറഞ്ഞേക്കുന്നത് 180 mm എങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 180 mm². ഓക്കെ, ഏരിയ ആണ്. സോ പ്രൊവൈഡ് AST = 180. മിനിമം ഇത്രയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് 180 mm² ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? യൂസ് 8 mm ഡയാബാസ്. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ 10 mm കൊടുത്തല്ലേ? നമ്മൾ നോക്കിയപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ വളരെ ചെറുതാണ്, ചെറിയ ഏരിയ ഓഫ് സ്റ്റീലാണ് കൊടുത്തേക്കുന്നത്. അപ്പം ആ ചെറിയ ഏരിയയ്ക്ക് നമുക്ക് 10 mm ബാസിൻ്റെ ആവശ്യം ഇല്ല, നമുക്കിവിടെ 8 mm ബാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ 8 mm ബാസ് സെലക്ട് ചെയ്തു. എന്ന് വെച്ച് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 8 mm ബാസ് നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ തിരിച്ചായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ 8 mm എടുത്ത് ഇവിടെ 10 mm ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ട് ഇവിടെ 10 mm സാധാരണ എടുത്താൽ മതി. 10 or 12 കുഴപ്പമില്ല. 10 ആണ് സാധാരണ സ്റ്റാൻഡേർഡ്. സാധാരണ സ്ലാബിനകത്ത് നമ്മൾ 10 mm ബാസാണ് മെയിൻ ബാറായിട്ട് യൂഷ്വലി കൊടുക്കുന്നത്. മിനിമം ബാർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർ 8 mm ആയിട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏരിയ വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ 8 mm ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. 5/4 × 8² ആണ് ഒരു ബാറിൻ്റെ ഏരിയ അല്ലേ? ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ഏരിയ ഇതിനകത്ത് എത്രയാണ്? 5/4 × 8² ആണെന്ന് കിട്ടി. ഇനി സ്പേസിങ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് 1 bar by AST × ഒരു ബാറിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ബാർ ഏരിയ × 1000. എന്ന് വെച്ചാൽ 1000 എന്താണ്? 1 മീറ്റർ ലെങ്ത്തിൽ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. 1 മീറ്റർ ലെങ്ത്തിൽ എത്ര സ്പേസിങ് വേണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5/4 × 8² അല്ലേ? 8² ആണ് ഒരു ബാറിൻ്റെ ഏരിയ × 1000 ഡിവൈഡ് ബൈ 180 ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എത്ര 279 mm എന്ന് കിട്ടും അല്ലേ? ഒരു കാര്യം സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക. എന്താ? സ്പേസിങ് എപ്പോഴും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഓൾറെഡി നമ്മൾ ബീമിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, ബീമിനകത്ത് നമ്മൾ നമ്പർ ഓഫ് ബാസ് ആണ് എടുക്കുന്നത് അല്ലേ? എത്ര ബാസ് വേണം എന്നാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ബീമിന് മൊത്തം ഡെപ്തും ലെങ്ത്തും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലാബിൽ നമ്മൾ 1 മീറ്റർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വലിയ സ്ലാബ് ആയിരിക്കും, പക്ഷേ 1 മീറ്റർ മാത്രം നമ്മൾ ഡിസൈനിന് വേണ്ടി നമ്മൾ എടുക്കുന്നു. പക്ഷേ എല്ലാ സ്ലാബിൻ്റെ എല്ലാ ഏരിയ ഒരേപോലെ തന്നെയാണ്. ആ 1 മീറ്റർ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പേസിങ് കണ്ടുപിടിക്കുന്നത്. ബീമിന് നമ്മൾ സ്പേസിങ് അല്ല, ബീമിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ബാസ് ആണ് കണ്ടുപിടിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇനി നമ്പർ ഓഫ് ബാസ് നമുക്ക് 2.3 എന്ന് കിട്ടിയാൽ നമ്മൾ എത്ര എടുക്കും? 3 എന്ന് റൗണ്ട് ചെയ്തെടുക്കും അല്ലേ? നമ്മൾ 2.3 എന്ന് പറഞ്ഞ് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റും? ഇല്ല. 3 ആണെങ്കിൽ ഹോൾ നമ്പർ ആയിട്ട് എപ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മാത്സിലൊക്കെ നിങ്ങൾക്ക് കിട്ടും 2.5 മുകളിലാണെങ്കിൽ നമ്മൾ 3 ആയിട്ട് റൗണ്ട് ചെയ്യുള്ളൂ അല്ലേ? ഒരു ഡൗട്ട് ഇടയ്ക്ക് ആരും ചോദിച്ചത് കൊണ്ട് ഇതും കൂടി ആഡ് ചെയ്തതാണ്. അങ്ങനെ നോക്കരുത്. 2 സ്റ്റീൽ ബാറിനെക്കാട്ടും മുകളിൽ എന്ത് വന്നാലും 2.0001 വന്നാലും അതിനെ 3 ബാസ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക. കാരണം
2 പോരാതെ വരുന്നതുകൊണ്ടാണ് 2-നെക്കാട്ടും കൂടുതൽ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കാട്ടും എന്ത് വാല്യൂ കൂടുതൽ കിട്ടിയാലും അത് ഹയറായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ബീമിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ആ ഡൗട്ട് ചോദിച്ച ആൾക്കാരുണ്ട്, അതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനി സ്പേസിംഗ് വരുമ്പോൾ സ്പേസിംഗ് നേരെ തിരിച്ചാണ്. സ്പേസിംഗ് ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ താഴോട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. അതായത് 279 കിട്ടിയാൽ നമുക്ക് 270 റൗണ്ട് ചെയ്യാം. ഹയറായിട്ട് റൗണ്ട് ചെയ്യരുത്. സ്പേസിംഗ് കൂടിയാലാണ് പ്രശ്നം. സ്പേസിംഗ് കുറഞ്ഞാൽ എന്താ, റീഇൻഫോഴ്സ്മെൻറ്റ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അടുത്തടുത്ത് വന്ന പ്രശ്നമില്ല. ദൂരെ ആകുമ്പോഴാണ് എപ്പോഴും നമ്മൾ വിചാരിച്ചത്ര ലോഡ് കപ്പാസിറ്റി കിട്ടാതിരിക്കുന്നത്. അപ്പോൾ സ്പേസിംഗ് 279 എന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തന്നെ 270 ആയിട്ട് അസ്യൂം ചെയ്താലും ഓക്കെയാണ്. 250 ആയിട്ട് അസ്യൂം ചെയ്താൽ ഓക്കെയാണ്. പക്ഷെ അത് ഭയങ്കര അൺഎക്കണോമിക്കലായിപ്പോൾ. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് താഴോട്ട് റൗണ്ട് ചെയ്യുക. 280 ആയിട്ട് റൗണ്ട് ചെയ്യരുത്, ഓർമ്മിക്കുക. അപ്പോൾ 270 ആയിട്ട് റൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക, സ്പേസിങ്ങിൻ്റെ മാക്സിമം വാല്യൂ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡയമീറ്റർ നമ്മളിവിടെ 8 mm എടുത്തില്ലേ, ഡയമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ കോഡിൽ പറയുന്നുണ്ട് 26.5.2.2 പറഞ്ഞിരിക്കുന്നത് എന്താണ്, മാക്സിമം ഡയമീറ്റർ 1/8 ഓഫ് ഓവറോൾ ഡെപ്ത്. ഓവറോൾ ഡെപ്ത് എത്രയാണ്, 150 ആണ്. അതിൻ്റെ 1/8 കൂടുതലാവാൻ പാടില്ല. 1/8 ഓഫ് ഓവറോൾ ഡെപ്ത് എത്രയാണ്, 150 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 18.75 mm. നമ്മളിവിടെ 8 mm ബാറേ കൊടുക്കുന്നുള്ളൂ, അത് പ്രശ്നമില്ല. പക്ഷേ ഒരിക്കലും 18.75 mm സൈസിനെക്കാട്ടും കൂടുതലൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ഈ സ്ലാബിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് കോഡ് സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ സ്പേസിംഗ് നമ്മൾ കൊടുത്തു, നമ്മൾ 279 എന്നുള്ളത് ഞാൻ 270 ആയിട്ട് അസ്യൂം ചെയ്തു അല്ലേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം സ്പേസിംഗ് കൊടുക്കാൻ പറ്റുന്നത് 3 times of D അല്ലെങ്കിൽ 300 mm. ഇതിൽ ഏറ്റവും വലുത് ചെറുത് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. എന്താണ് മിനിമം വാല്യൂ? 3 times of D എന്ന് വെച്ചാൽ D സ്മോൾ d ആണ് അല്ലേ, 125 mm ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 375 കിട്ടും, മറ്റേ 300 കിട്ടും. രണ്ടിനെക്കാട്ടും ചെറുതല്ലേ കൊടുത്തേക്കുന്നത്. മാക്സിമം ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 300 മുകളിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രൊവൈഡ് 8 mm ബാർ സെറ്റ് 270 mm ആസ് മെയിൻ ബാർ എന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ മെയിൻ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെയാണ്, ടോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ടെൻഷൻ മുകളിലാണ് ഒരു കാന്റിലിവർ ബീമിന് വരുന്നത്. കാന്റിലിവർ ബീമിലും സ്ലാബിലും സെയിം കേസാണ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടേ, 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഒന്ന് ഷിയറിൻ്റെ ചെക്ക് ചെയ്യാനുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ, ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ആങ്കർ ചെയ്ത് അവിടെ നിൽക്കും. അല്ലെങ്കിൽ സാധാരണ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിനെ പോലെയല്ല കാന്റിലിവർ സ്ലാബ്, അവിടെ നിന്ന് ഇളകി വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുപിടിക്കണം. അതുകൂടാതെ ലാസ്റ്റ് ചെക്ക് എപ്പോഴും ഡിഫ്ലക്ഷനാണ്. കാരണം എന്താണ്, ഡിഫ്ലക്ഷൻ്റെ ക്രൈറ്റീരിയ വെച്ചാണ് നമ്മളിവിടെ L/D റേഷ്യോ എടുത്തേക്കുന്നത്. അത് വിത്തിൻ ലിമിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ഒന്ന്, നമുക്ക് ഷിയറിൻ്റെ ചെക്ക് ചെയ്യണം. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കണമെന്ന് ചെക്ക് ചെയ്യണം. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ നിന്ന് ആകപ്പാടുള്ളത് ഈ കാന്റിലിവർ സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രം ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്ക് ചെയ്താൽ മതി. അതുകൂടാതെ മൂന്നാമത്തത് എപ്പോഴും ചെയ്യേണ്ടത്, സ്ലാബ് ഏതെടുത്താലും ഡിഫ്ലക്ഷൻ ചെക്കും ഷിയർ ചെക്കും കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 3 ചെക്കാണ് ചെയ്യേണ്ടത്. ഒന്ന് ഷിയർ ചെക്കാണ്, രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ ചെക്കാണ്, മൂന്നാമത്തത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് മിനിമം എത്രയാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഷിയർ ചെക്ക് ചെയ്യാം. ഷിയർ ചെക്ക് നമ്മൾ പേജ് നമ്പർ 72 ഇക്വേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കുന്നത്, τv ഗ്രേറ്റർ ദാൻ k × τc വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞു സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു k എന്നൊരു അഡീഷണൽ ടേമും കൂടി ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കോഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അഡീഷണൽ ഒരു k എന്നൊരു വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. സ്ലാബിൻ്റെ ഡിസൈനിലെല്ലാം അതുള്ളതാണ്. 1 way സ്ലാബിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കിയപ്പോഴും അങ്ങനെ ടേം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ τv ലെസ് ദാൻ k × τc വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണ്ട, സേഫ് ഇൻ ഷിയർ ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഷിയറിൻ്റെ വാല്യൂ അറിയാം അല്ലേ. ഷിയർ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, 10.04 kN എന്നൊരു വാല്യൂ നമുക്ക് കിട്ടിയതാണ് അല്ലേ. അപ്പോൾ τv എന്ന് പറയുന്നതാണ് ഷിയറിൻ്റെ സ്ട്രെസ്സാണ്. ഷിയർ സ്ട്രെസ് എത്രയാണ്, VU/BD എന്ന ഇക്വേഷനാണ്. പേജ് നമ്പർ 72 ഇക്വേഷനാണ്. നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്, മോഡ്യൂൾ 2 നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. അപ്പോൾ VU = വാല്യൂ നമുക്കറിയാം, 10.04 × 10³ ആണ്. B എപ്പോഴും 1 മീറ്ററാണ് ചെയ്തതാണ്, 1000 mm, ഇത് തെറ്റിക്കരുത്. ഓക്കെ, ഡീൻ്റെ വാല്യൂ 125 ആണെന്നറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.080 എന്നൊരു ചെറിയ വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, അതിന് കമ്പയർ ചെയ്യാൻ നമുക്ക് ടോസി വേണം. ടോസി കാണിക്കുന്നത് എന്താണ്, ടേബിൾ 19 നിന്നാണ് നമ്മൾ ടോസി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ 19 നിന്ന് ടോസി വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 100 × AST പ്രൊവൈഡഡ് ബൈ BD എന്നാണ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ. അപ്പം B 1000 ആണെന്നറിയാം, D 150 ആണെന്നറിയാം. ഇത് ക്യാപിറ്റൽ D ആണ്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എപ്പോഴും പറയുമ്പോഴും പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എവിടെയാണ്, ടോട്ടൽ ഏരിയയിലാണ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ വരിക. അതൊരിക്കലും തെറ്റിക്കരുത്. അതുകൊണ്ടാണ് B × ക്യാപിറ്റൽ D വരുന്നത്, സ്മോൾ d ഇടരുത്. ടോട്ടൽ ഏരിയയുടെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത്രയും പെർസെൻറ്റേജ് ആണ്
ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര ശതമാനമാണ്, അതിനുവേണ്ടി AST പ്രൊവൈഡഡ് എത്രയാണെന്ന് വേണം. സാധാരണ ഒരു ബീമിൻ്റെ ഡിസൈനിൽ നമ്മൾ AST പ്രൊവൈഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ 8 mm ഡയബാറാണ് യൂസ് ചെയ്യുമെങ്കിൽ π/4 × 8 ഏരിയ ഇൻറ്റു എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് AST പ്രൊവൈഡഡ് എത്രയാണെന്ന് കിട്ടും. പക്ഷേ നമുക്ക് സ്ലാബിൻ്റെ കേസിൽ എത്ര എണ്ണം എന്ന് നമുക്ക് ആ നമ്പർ അറിയാതെ പെർ മീറ്റർ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, നമുക്ക് സ്പേസിംഗ് വാല്യൂ അറിയുള്ളൂ അല്ലേ. അതുകൊണ്ട് സ്പേസിങ്ങിൻ്റെ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്താ സ്പേസിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണ്, 1000 ഇൻറ്റു ഏരിയ ഓഫ് 1 bar ഡിവൈഡ് ബൈ AST എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അത് നമുക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ AST പ്രൊവൈഡഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. AST പ്രൊവൈഡ് ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു π/4 ഇൻറ്റു 8² ഡിവൈഡ് ബൈ നമുക്ക് സ്പേസിംഗ് എത്ര കൊടുത്തു, സ്പേസിംഗ് നമുക്ക് കിട്ടിയത് 279 ആയിരുന്നു. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്ത് എത്രയാണ് 270 ആയിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. വാല്യൂ 270 ആയിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണ് ഈ വാല്യൂ നമ്മൾ തിരിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. AST പ്രൊവൈഡ് ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 186.16 mm² എന്നൊരു AST പ്രൊവൈഡഡ് കിട്ടും. ഈ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം പെർസെൻറ്റേജ് സ്റ്റീൽ എത്രയാണ്, 0.15% എന്ന് കിട്ടി. മനസ്സിലായല്ലോ. നമുക്ക് AST പ്രൊവൈഡഡ് ബീം പോലെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്പേസിങ്ങിൻ്റെ ഇക്വേഷനിൽ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റീസൺ എന്താണ്, നമ്മൾ സ്പേസിംഗ് 179 കിട്ടിയത് നമ്മൾ 170 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തതുകൊണ്ടാണ്. സ്പേസിംഗ് ആസ് ഇറ്റ് ഇസ് 179 തന്നെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എത്രയാണ്, നമുക്കിവിടെ 180 എന്ന വാല്യൂ തന്നെ കിട്ടിയാണ്. നമ്മൾ ആദ്യം ഇട്ട വാല്യൂ തന്നെ കിട്ടിയാണ്. ശരി, അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ടോസി കണ്ടുപിടിക്കാനായിട്ട് പെർസെൻറ്റേജ് സ്റ്റീൽ അറിയാമെങ്കിൽ ടേബിൾ 19 നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് ടോസിക്ക് കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. ടോസി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് സ്റ്റീൽ 0.15 ആണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ 0.28 Nm² ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നമുക്ക് പല പ്രാവശ്യം പല വീഡിയോസിൽ നമുക്കിത് പറഞ്ഞു തന്നതാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്കിതിനകത്ത് എക്സ്ട്രാ ഒരു ടേം ഉണ്ട്, K എന്നൊരു ടേം ഉണ്ട് അല്ലേ അഡീഷണൽ ആയിട്ട്. ഇപ്പോൾ K എന്ന ടേം ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് ക്ലോസ് നമ്പർ 40.2.1.1 ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് K വാല്യൂ ഒരു ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ K വാല്യൂ തന്നേക്കുന്നത് എന്താണ്, D150 mm ആണെങ്കിൽ ഓർ ലെസ്, D150 ഓർ ലെസ് ആണെങ്കിൽ എത്ര പറഞ്ഞേക്കുന്നത്, Kൻ്റെ വാല്യൂ 1.3 എന്നൊരു വാല്യൂ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. Kൻ്റെ വാല്യൂ 1.3 എന്നൊരു വാല്യൂ യൂസ് ചെയ്യാം എന്ന് കോഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ K 1.3 ആണെങ്കിൽ K ഇൻറ്റു ടോസി എന്ന വാല്യൂ എത്രയാണ്, K ഇൻറ്റു ടോസി എന്ന വാല്യൂ 1.3 ഇൻറ്റു ടോസി ഇവിടെ 0.28 കിട്ടി. ഇപ്പോൾ 0.36 Nm² എന്നൊരു വാല്യൂ കിട്ടി. ഈ വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യാം. ടോവിയും K ഇൻറ്റു ടോസിയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുത്, ടോവിയുടെ വാല്യൂ 0.08 K ഇൻറ്റു ടോസി എന്ന് പറഞ്ഞാൽ 0.36 ആണ്. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ടോവി ലെസ് ദാൻ K ഇൻറ്റു ടോസി എന്നൊരു ടേം കിട്ടി. അങ്ങനെയാകുമ്പോൾ എന്താ, ഈ ഷെയ്ഫിൻ ഷിയർ ആണ് എന്ന് മനസ്സിലായി. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യേണ്ട എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഷിയർ ചെക്ക് കുഴപ്പമില്ലല്ലോ, എല്ലാവരും പഠിച്ച പോലെ തന്നെയാണ്. നമുക്ക് K ഇൻറ്റു ടോസി കണ്ടുപിടിക്കുന്നത് ഈ K എന്ന ടേം മാത്രം അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ AST പ്രൊവൈഡ് നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. ഇനി ഡിഫ്ലക്ഷൻ ചെക്ക്, ഇതൊക്കെ സെയിം സ്റ്റെപ്പാണ്, ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ചെയ്യുന്നത് L/D ആക്ച്വലും L/D മാക്സിമവും. L/D ആക്ച്വൽ എന്ന് പറഞ്ഞാൽ 1250 ആണ് ടോട്ടൽ എഫക്റ്റീവ് ലെങ്ത് തന്നേക്കുന്നത്. D എന്ന് പറഞ്ഞാൽ 125 ആണ്. therefore 10 mm ആണ് നമുക്ക് ആക്ച്വൽ ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, എത്രയാണ് പെർമിസിബിൾ, മാക്സിമം പെർമിസിബിൾ എത്രയാണെന്ന് നോക്കാം. മാക്സിമം പെർമിസിബിൾ ഇക്വേഷൻ എന്നാണ് L/D ബേസിക് ഇൻറ്റു KT ഇൻറ്റു KC ഇൻറ്റു KF. ഇതിനകത്ത് കംപ്രഷൻ സ്റ്റൈലിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ ഒരു ടി ബീമോ ഫ്ലാഞ്ച് സെക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് ടേം നമുക്ക് 1 ആയിട്ട് എടുക്കാം. KTയുടെ വാല്യൂ മാത്രം മതി. ഇപ്പോൾ L/D ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ L/D ബേസിക് 7 ആണ് എടുക്കുന്നത് അല്ലേ. നമുക്കതിനെ 10 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്ത് നമ്മൾ L/D 10 ആയിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തത്. പക്ഷേ കോഡ് ബുക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത് എന്താണോ അതാണ് ബേസിക് വാല്യൂ ആയിട്ട് എപ്പോഴും എടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 7 എടുത്തേക്കുന്നത്. ഇനി L/D 7 ആണ് ബേസിക് വാല്യൂ. KT എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിഗർ 4 പേജ് നമ്പർ 38 ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഫിഗർ 4 പേജ് നമ്പർ 38-നകത്ത് നമുക്ക് KTയുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാനായിട്ട് FS എന്നൊരു ടേം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ടേം കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ട് 0.58 FI ഇൻറ്റു AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡഡ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ AST റിക്വയർഡ് എത്രയാണ് നമുക്കറിയാം. AST റിക്വയർഡ് മിനിമം AST എത്രയാണോ എടുത്തത് അതേ വാല്യൂ കിട്ടി, നമ്മൾ അതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് 180 ആണ് നമ്മൾ AST റിക്വയർഡ്. AST എത്രയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. AST പ്രൊവൈഡ് 186.16 എന്ന വാല്യൂ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 232 എന്ന വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പേജ് നമ്പർ 38 ഫിഗർ 4-ലേക്ക് പോവുക. അവിടെ പോകുമ്പോൾ നമുക്ക് എത്രയാണ് KT എന്ന വാല്യൂ, പെർസെൻറ്റേജ് സ്റ്റീൽ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ് പെർസെൻറ്റേജ് സ്റ്റീൽ അതും കണ്ടുപിടിച്ചു, 0.15 ആണ്. ഇപ്പോൾ 0.15 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് FSൻ്റെ കർവ് 232 കറസ്പോണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ റഫ്ലി നമുക്ക് കിട്ടുന്നത് എത്രയാണ്, ഏകദേശം ഒരു KTയുടെ വാല്യൂ നമുക്ക് 2 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഏകദേശമേ നമുക്ക് കിട്ടത്തുള്ളൂ, കാരണം ആ കർവ് നമുക്ക് കറക്റ്റ്
232 കേർവ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏകദേശം വാല്യൂ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം 2 എന്ന രീതിയിൽ എടുക്കാം. ശരി, അപ്പോൾ ഇങ്ങനെ 2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എൽ ബൈ ഡി മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്താണ് വാല്യൂ? ബൈ ഡി മാക്സിമം ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു KT വാല്യൂ എത്രയാണ്? 2. 7 ഇൻറ്റു 2 എത്ര വരും? 14 mm ആണ് അത്. അപ്പോൾ എൽ ബൈ ഡി മാക്സിമം പെർമിസിബിൾ എത്രയാണ്? 14 mm പെർമിസിബിൾ ആണ്. എത്രയാണ് ആക്ച്വലി ഉള്ളൂ? 10 mm ഡിഫ്ലക്ഷൻ ഉള്ളൂ. 14 വരെ പെർമിസിബിൾ ആണ്, 10 mm ഡിഫ്ലക്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് സേഫ് അല്ലേ? ഡിഫ്ലക്ഷൻ ചെക്കിൽ സേഫ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഡീറ്റെയിലിംഗ് വരയ്ക്കാനുണ്ട്. ആ ഡീറ്റെയിലിംഗ് വരയ്ക്കുമ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കുന്നുണ്ട്. ആ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു കാൻലിവർ ബീം വരയ്ക്കുമ്പോൾ ആ കാൻലിവർ ഈ സൈഡിൽ മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് ഇങ്ങനെ ഓവർ ടേൺ ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് റിപ്പ് ഓഫ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ വന്ന് നിർത്താതെ കുറച്ചും കൂടി താഴേക്ക് ഇൻസേർട്ട് ചെയ്യുക. ആങ്കറേജിന് വേണ്ടി കൊടുക്കണം. ഈ ആങ്കറേജ് കൊടുക്കുന്ന ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. എന്താണ്? എൽ ഡി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സിഗ്മ എസ് ബൈ 4 2BD. ഇത് പേജ് നമ്പർ 42 ഈ ക്ലോസിൻ്റെ കീഴിൽ പറഞ്ഞേക്കുന്ന ഇക്വേഷനാണ്. നമ്മൾ നോക്കിയതാണ്, ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. അപ്പോൾ അതിനകത്ത് 5 എന്ന് വെച്ചാൽ ഏതാണ്? ഡയമീറ്റർ എന്നുള്ളതാണ്. കൊടുത്തേക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര ഡയമീറ്റർ കൊടുത്തേക്കുന്നത്? 8 mm ഡയാബാസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഈ ക്ലോസിനകത്ത് 26 അതേപോലെ സിഗ്മ എസ് എന്ന ടേം ഉണ്ട്. സിഗ്മ എസ് എന്ന ടേം എന്ന് വെച്ചാൽ 0.87 ഇൻറ്റു FI എന്ന ടേമാണ് സിഗ്മ എസിനുള്ളത്. അപ്പോൾ സിഗ്മ എസിൻ്റെ ടേമിൽ നമുക്ക് 0.87, FI എത്രയാണ്? 415 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ടേം നമുക്ക് കിട്ടി. ഇനി എന്താണ്? 2BD എന്ന ടേമാണ്. ഈ ടേമിന് വേണ്ടിയാണ് ഈ ക്ലോസ് പറഞ്ഞിരിക്കുന്നത്. 26.2.1.1 ഈ പേജ് നമ്പറിൻ്റെ തൊട്ട് അടുത്ത് തന്നെ കിടപ്പുണ്ട്. അടുത്ത പേജായിട്ട് ഒരു ടേബിൾ കിടപ്പുണ്ട്. ആ ടേബിളിനകത്ത് 2BDയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. M20 കോൺക്രീറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ 1.2 Nm/mm² എന്നൊരു വാല്യൂ ആണ് എന്നുള്ളത് നമുക്ക് ആ കോഡ് ബുക്കിൽ നിന്ന് ഈ ഒരു ക്ലോസിൻ്റെ കീഴിലുള്ള ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടേബിളാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ തൊട്ട് ഈ ടേബിളിൻ്റെ തൊട്ട് താഴെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? HYSD സ്റ്റീലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Fe410 HYSD സ്റ്റീലാണ് അല്ലേ? Fe410 സ്റ്റീലൊക്കെ HYSD ആണ്. അപ്പോൾ 410 അല്ലെങ്കിൽ 415 സ്റ്റീൽ എന്ന് വെച്ചാൽ HYSD സ്റ്റീലാണ്. അപ്പം ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാസ് കൊടുക്കുകയാണെങ്കിൽ 2BDയുടെ വാല്യൂ 60% ഇൻക്രീസ് ചെയ്യണം എന്നുള്ള വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60% ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 1.6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 1.2നെ 60% ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? 1.6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ ഒരു വാല്യൂ 60% ഇൻക്രീസ് ചെയ്തേക്കുവാണ്. ഈ ഒരു വാല്യൂവിനെ 1.2 എന്ന വാല്യൂവിനെ 60% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 376 mm എന്നൊരു വാല്യൂ നമുക്ക് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇത്രയും വേണം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഡിസൈൻ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാൻലിവർ ബീമാണ് വരച്ചേക്കുന്നത്. സാധാരണ ഒരു റെക്ടാങ്കുലർ പീസായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഇതേപോലെ ഒരു സൈഡിൽ ടേപ്പർ ചെയ്ത് സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ ടേപ്പർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഈ സൈഡ്, ഈ എഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് മിനിമം 75 എങ്കിലും കൊടുക്കണം എന്നാണ് കോഡ് സജസ്റ്റ് ചെയ്യുന്നത്. മിനിമം 75, ഇത് മിനിമമാണ്. നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എത്രയാണ്? അപ്പം ഈ വാല്യൂ ഷുഡ് ബി മിനിമം 75 എന്ന് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഇത് മിനിമം 75 mm എന്ന് കോഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സജസ്റ്റ് ചെയ്തിരിക്കുന്ന SP34 എന്ന ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ കോഡുണ്ട്. അതിലാണ് ഈ കാര്യം മെൻഷൻ ചെയ്തേക്കുന്നത്. ശരി, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി അല്ലേ? ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡെപ്ത് കൊടുത്തേക്കുന്നത് എത്രയാണ്? നമ്മൾ ഓവറോൾ ഡെപ്ത് 150 mm ആണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. 150 mm ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് നമുക്ക് ടോട്ടൽ 150 mm ഉണ്ട് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഡീറ്റെയിലിംഗ് എന്താണ്? നമ്മൾ മെയിൻ ബാർ ആണ് ഞാൻ പറഞ്ഞു മുകളിൽ വരുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും മുകളിൽ കൊടുക്കുന്നത് മെയിൻ ബാർ ആണ്, കാരണം ടെൻഷൻ മുകളിലെ സൈഡിലായതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്ര കൊടുത്തേ? 8 mm ഡയാബാസാണ് കൊടുത്തത്. 8 mm ഡയ അറ്റ് എത്രയാണ് സ്പേസിങ്? 270 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിനാണ് നമ്മൾ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറും നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അപ്പുറം സൈഡ് ബൈ സൈഡ് പോകുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോൾ ഈ ഒരു വ്യൂവിൽ. ഇനി താഴെ ഈ കൊടുത്തേക്കുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബാസാണ്. ഡിസ്ട്രിബ്യൂഷൻ ബാസ് നമ്മൾ കൊടുക്കണം. സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും അവൈലബിൾ ചെറിയ സൈസ് എന്താണ്? 8 mm ഡയബാറാണ് ഏറ്റവും ചെറുത്. 6 mm ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൊടുക്കണ്ട. ഇനി അറ്റ് ദ റേറ്റ് മാക്സിമം സ്പേസിങ് എപ്പോഴും നമുക്ക് ലിമിറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ മാക്സിമം സ്പേസിങ് സാധാരണ മെയിൻ ബാറിന് 300 mm അല്ലെങ്കിൽ 3 times of D ആണ്. മറ്റേത് 5 times of D അല്ലെങ്കിൽ 450 ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല. 300 mm തന്നെ കൊടുത്താലും കുഴപ്പമില്ല. 270 തന്നെ കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ 300 mm കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, മാക്സിമം 450 വരെ കൊടുക്കാം എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ബാറിന് കൊടുക്കുക എന്നുള്ളത് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സ്പേസിൻ്റെ കീഴിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ 300 mm എന്ന് പ്രൊവൈഡ് ചെയ്തത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് എഴുതണം എന്ന് കമ്പൽസറി അല്ല. ഓക്കെ,
എഴുതണമെങ്കിൽ എഴുതാം. നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ എഴുതിയ സമയത്ത് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇതുവരെയാണ് സാധാരണ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് സപ്പോർട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരെ. ഇനി സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു വാല്യൂ അസ്യൂം ചെയ്യാം. യൂഷ്വലി നമ്മൾ എടുക്കുന്ന വാല്യൂ 230 mm ആണ് സപ്പോർട്ടിൻ്റെ വിഡ്ത്തായിട്ട് അസ്യൂം ചെയ്യുക. ഇനി നമ്മളിവിടെ കവർ കൊടുത്തിട്ടില്ലേ? ഇവിടെ കവർ നമ്മൾ കൊടുത്തത് എത്രയാണ്? ഇവിടുത്തെ കവർ നമ്മൾ കൊടുത്തത് 20 ആണ്. നമ്മൾ കവർ കൊടുത്തത് 20 mm സ്റ്റാർട്ടിങ്ങിൽ കവർ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഡി ഓവറോൾ ഡെപ്ത് കണ്ടുപിടിച്ചത് അല്ലേ? 125 + 20 + ഡയമീറ്റർ ഓഫ് ബാർ ഡിവൈഡ് ബൈ 2 എന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ കവർ 20 ആണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കവർ അസ്യൂം ചെയ്യണം. ഇവിടെ സൈഡിൽ കവർ ഇത് ഒരു കോളത്തിൻ്റെ അല്ലെങ്കിൽ ബീം വരുന്നതിൻ്റെ സ്ഥലത്തുള്ളതാണ് അല്ലേ? അപ്പോൾ മിനിമം 20 എങ്കിലും അസ്യൂം ചെയ്യാം. മിനിമം 20 mm എങ്കിലും ഇവിടെ കവറായിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, കവർ 20 mm എങ്കിലും ഇവിടെയും അസ്യൂം ചെയ്യുക ഈ സൈഡിൽ. ഇനി ആ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് LD എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് എത്രയുണ്ട്? 376 mm ഉണ്ട് അല്ലേ? ഈ 376 mm എന്ന് പറയുന്ന വാല്യൂവിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, എയും ബിയും. ഓക്കെ, അപ്പോൾ ഈ എ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? ഞാൻ പറഞ്ഞു ഈ വാല്യൂ മൊത്തം 230 ആണെന്ന് അറിയാലേ? മൊത്തം ഡെപ്ത് 230 ആണ്. പക്ഷേ അതിനകത്ത് ഈ സൈഡിൽ ഒരു കവർ കൊടുക്കുന്നില്ലേ? അപ്പോൾ ഈ മൊത്തം 230ന് ഈ കവർ പോയിട്ട് ബാക്കിയുള്ള ലെങ്ത് ആയിരിക്കും എ എന്ന് പറയുന്നത്. അപ്പം എ = മൊത്തം 230. അസ്യൂം ചെയ്തത് 230 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 230 എടുത്തേക്കുന്നത്. മൈനസ് ഈ കവർ എത്രയാണ് അസ്യൂം ചെയ്തത്? 20. 230 - 20 നമുക്ക് 210 mm ആണ് നമുക്ക് ഈ സൈഡിൽ മുകളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് 210 mm ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ബാക്കി എത്രയുണ്ട്? മൊത്തം 376 ആണ് അല്ലേ? LD എന്ന് വെച്ചാൽ മൊത്തം 376 ആണ്. അതിൽ 210 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? 166 ഉണ്ട് അല്ലേ? 376 - 210 166 ഉണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ വരുന്നത് ഇത് 166 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. മൊത്തം ഇതെന്താണ് കൊടുക്കുന്നത്? അഡീഷണൽ ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് അകത്തേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കോഡിൽ പറഞ്ഞിരിക്കുന്നത് ഈ റീഇൻഫോഴ്സ്മെൻറ്റിനെ നമുക്ക് അകത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ വന്നിട്ട് അത് ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ അത് അകത്തേക്ക് ഇങ്ങനെ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം എന്നും കോഡിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ഡെപ്ത് എത്രയാണ്? 150 ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ 150 നമുക്ക് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 166 ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിൽക്കാനുള്ളതേ ഉള്ളൂ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ സൈഡിലെ 150 ഉണ്ട്. ഈ സൈഡിലാകുമ്പോൾ ഡെപ്ത് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാന്റിലിവർ ബീമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ.